കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലവലപ്പറമ്പിലെ കൊലോസ് ലേഖനത്തിൻ്റെ പഠനത്തിൻ്റെ സ്തോത്രം കൂട്ടായ്മയുമായി നമ്മൾ ദൈവസഭയിലായിരിക്കുന്നു. കൊലോസ് ലേഖനം അതിൻ്റെ 1-2 അധ്യായങ്ങൾ ഏകദേശം തീരാറായി. ഇന്ന് പകലിൽ 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കും എന്നെനിക്ക് തോന്നുന്നു. അടുത്തുപോലെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഈ കാലഘട്ടത്തെ വിവേചിക്കുമ്പോൾ നമുക്കറിയാം, വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. കർത്താവിൻ്റെ വരവിന് മുൻപ് സംഭവിക്കേണ്ട കോലാഹലങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. രാഷ്ട്രീയ തലത്തിലാകട്ടെ, മതപരമാകട്ടെ, സിനി ഫീൽഡിലാകട്ടെ, എല്ലായിടത്തും അഴിമതിയും അനീതിയും അശുദ്ധിയുടെ കൂത്തരങ്ങ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അന്ത്യകാല ലക്ഷണമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. അന്ത്യകാല ലക്ഷണത്തെക്കുറിച്ച്, അന്ത്യകാലത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ട് ഉറച്ചൊന്ന് വായിക്കാൻ ആർക്കെങ്കിലും. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗം ഉറച്ച് വായിക്കണം. 2 തിമോഥെയോസ് 3:1 മുതൽ 5 വരെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ആമേൻ. മനുഷ്യർ സ്വസ്നേഹികളും സ്തോത്രം, ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ലോകപ്രിയരായി ജാതിയുടെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടുകൊള്ളുക. അതിന്റെ 3-ാം വാക്യത്തിൽ ഉഗ്രന്മാർ അതിൽ എഴുതിയിരിക്കുന്ന ഒരു 10-18 കൂട്ടം ഗ്രൂപ്പുകളുണ്ട്. ഇത് അന്ത്യകാല ലക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലായിക്കോളും. കാർമേഘം കാണുമ്പോൾ മഴ പെയ്യും എന്ന് നമ്മൾ പറയുന്ന പോലെ ഈ ഗ്രൂപ്പ് വന്നു കഴിയുമ്പോൾ മനസ്സിലായിക്കോളും കർത്താവിന്റെ വരവായി. തീർത്തു കർത്താവിന്റെ വരവായി. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഞാനൊരു വാർത്ത കേട്ടു, എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് പറയാനിടയായി. ആരെങ്കിലും കേട്ട് ഇനി ആരെങ്കിലും വെട്ടാനിരിക്കുന്നെങ്കിൽ വെട്ടാതിരിക്കട്ടെ. ഒരു വാത്സല്യ മാതാവ് വളർത്തിക്കൊണ്ട് വന്ന 2 പശുക്കളെ ശ്രദ്ധിച്ചോ ഇല്ലയോ? കോടാലിക്ക് വെട്ടിക്കൊന്നത്. ഈ പശുക്കൾ ഈ വെട്ടിക്കൊന്ന മനുഷ്യന്റെ പറമ്പിലേക്ക് കയറുന്നു, പുല്ല് തിന്നുന്നു, ചെടി തിന്നുന്നു, എന്തോ കംപ്ലൈന്റ് ആരോപിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. പല പ്രാവശ്യം പറഞ്ഞു, അത്രയും ശ്രദ്ധിച്ചില്ല. അത് വേറെ എന്തെല്ലാം കോമഡികളുണ്ട്. ഇദ്ദേഹം ഒരു വലിയ കോടാലിയുമായിട്ട് വന്ന് പശുവിന്റെ കഴുത്ത് നോക്കി, മണ്ട നോക്കി വെട്ടി, വിറക് വെട്ടുന്ന പോലെ വെട്ടി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ ഉഗ്രന്മാർ എത്ര മനസാക്ഷിയില്ലാത്ത മൃഗസമാനമായ മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ലോക മനുഷ്യരുടെയിൽ മനുഷ്യൻ എന്ന പേരുണ്ടെങ്കിലും മൃഗത്തെ പോലെ ജീവിക്കുന്ന മനുഷ്യർ, ഇതൊരു അന്ത്യകാല ലക്ഷണമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കർത്താവിന്റെ വരവിന് ഒരുങ്ങണം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവമുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രാർത്ഥനയുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ദേശങ്ങളെ വഹിച്ചുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദേശത്തിന്റെ കാവൽക്കാരാണ് നമ്മൾ. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലും മറ്റു പല പ്രവചന പുസ്തകങ്ങളിലുണ്ട്, നാം ദേശത്തിന്റെ കാവൽക്കാരാണ്. കാവൽക്കാരൻ എന്ത് ചെയ്യണം? ഉറങ്ങിക്കൊണ്ടിരിക്കണം. ഉറങ്ങിക്കഴിഞ്ഞാൽ പോയില്ലേ? കാവൽക്കാരൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പോയില്ലേ? വിത്ത് വിതയ്ക്കുന്ന ഭൂമിയില് ഉറങ്ങിപ്പോ എന്ത് വന്നു? ശത്രു വന്ന് കള വിതച്ചു കളഞ്ഞു. നല്ല വിത്ത് വിതച്ചതാരാ? യേശു ക്രിസ്തു, മനുഷ്യപുത്രൻ. അതിനിടയ്ക്ക് കള വിതച്ചു. ആരായി കള? ഡാർവിൻ വന്ന് വിതച്ചു, സോക്രട്ടീസ് വന്ന് വിതച്ചു, അരിസ്റ്റോട്ടിൽ വന്ന് വിതച്ചു, ലെനിൻ വന്ന് വിതച്ചു. പിശാചിനാൽ നിർബന്ധിക്കപ്പെട്ട അനേകർ വന്ന് വിതച്ച ആ വിത്തുകളാണ് ഇന്ന് കൂടുതൽ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാർവിന്റെ നിരീശ്വരവാദത്തിന്റെ ഒരു പുസ്തകം പ്രിന്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് ചൂടപ്പം പോലെ വിറ്റുപോയി. നോക്കണേ പിശാചിന്റെ പ്രവൃത്തി. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് ബൈബിൾ ആണെങ്കിലും ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം,
പിശാചി ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12:12 നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ വേഗത്തിലൊന്ന് ഓടിച്ച് വായിച്ചു മുഖപരമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് വചനത്തിലേക്ക് വരിക. 12:12 ആകയാൽ സ്വർഗ്ഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാചി തനിക്ക് അല്പമേ കാലമുള്ളൂ കരുതി മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുന്നു. 9-ാം അധ്യായം 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന സാത്താനും മഹാസർപ്പമായ പഴയ പാമ്പും. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന, അപ്പൊ ഈ ലോകത്തെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങൾ, ഭാര്യഭർത്തൃ ബന്ധം, സാഹോദര്യ ബന്ധം, അപ്പനമ്മ ബന്ധം, മക്കളും അപ്പനും അമ്മയും അമ്മുമ്മയും ഇന്ന് വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബകലഹങ്ങളെ മുഴുവൻ പ്രശ്നങ്ങളാക്കി ലോകത്തെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രങ്ങളെ മുഴുവൻ തെറ്റിച്ചു, തമ്മിൽ കടിച്ചു കീറുക, തമ്മിൽ യുദ്ധം ചെയ്യുക. ഗാസയില് കാനൂനീസിനെ കണ്ടിട്ട ബോംബ് 10 അടി 12 അടി 32 അടി താഴ്ചയിൽ ഗർത്തമുണ്ടാക്കിയെന്നാ പറയണത്. അത്ര കലിതുള്ളിയാണ് അവർ കൊണ്ടുപോയി ബോംബെടുത്തത്. ഇവരും അതുപോലെ. ഇവർക്ക് അതത്ര ചെയ്യാനുള്ള ശക്തിയില്ല. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധി, ഈ നടക്കുന്ന കോലാഹലങ്ങളെല്ലാം കർത്താവിന്റെ വരവിന് വേണ്ടി വരുത്തും. നീ അവിടെ വന്നപ്പോ തന്നെ പറഞ്ഞു, ഇനി അധികം നാളുകളില്ല, പെട്ടെന്ന് ഒരുങ്ങി പോകാനുള്ള നാളുകളേ ഉള്ളൂ. മണവാട്ടിയുടെ ഒരുക്കം പൂർത്തീകരിക്കാനുള്ള സമയമുള്ളൂ. നമ്മുടെ ലക്ഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി കഴിഞ്ഞാൽ കർത്താവ് ഒരു സമയം കൊണ്ട് പോകും. ഇവിടെ രാവിലെ ആ വാക്യം പറഞ്ഞു, കണ്ണിമിക്കുന്നതിനിടയിൽ സഭ മാറ്റപ്പെടും. പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? വിശ്വാസികളായിട്ടുള്ളവർ ചിന്തിക്കുന്നത് നല്ലതല്ലേ? യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് പോകുന്നുണ്ട്, അവരൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? നമ്മുടെ അവസ്ഥ എന്താകും? ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറഞ്ഞതുപോലെ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോയി. കുറെ ഓടി, കുറെ അധ്വാനിച്ചു, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ വൃഥാവായി. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ വെറുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും നമുക്കും അത് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ദൈവവചനം അനുസരിച്ച് ജീവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമേ എന്ന് ദൈവസഭയോട്, ദൈവജനത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മൾ കൊലോസ് ലേഖനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൊലോസ് ലേഖനം നമ്മൾ ഏകദേശം അതിൻ്റെ സ്തോത്രം 15 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിച്ചു എന്നാണ് എൻ്റെ ചിന്ത. ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ വാവ് ശബദം വിധിക്കരുത്. നിഴലത്രേ. അപ്പൊ ഇതൊക്കെ നിഴലാണ്. ഈ നിഴലിന്റെ പുറകെ ആരും പോകണ്ട. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. ഈ വിഷയവുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കുന്ന ഒരു പഠനം. എബ്രായർ 10:1. ഹല്ലേലൂയ, സ്തോത്രം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട് ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളായി അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അപ്പൊ ന്യായപ്രമാണം നിഴലാണ്, അതിന്റെ പിറകെ പോകണ്ട. ഇവിടെ ആ ധ്വനി തന്നെ വരിക. വരുവാനിരുന്നവിടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തല ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും, 18-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്, തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്തവൻ ആരും നിങ്ങളുടെ വിധി തെറ്റിക്കരുത്. പല പ്രാവശ്യം നമ്മളിത് പഠിച്ച കാര്യങ്ങളാ. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ. ഏതാണ് ഈ തല? യേശു ക്രിസ്തു. തല യേശു ക്രിസ്തു ആണെങ്കിൽ ശരീരം, ഉടൽ ഏതാണ്? സഭ. അപ്പൊ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
ക്രിസ്തുവിന്റെ പ്രമാണം, ക്രിസ്തുവിന്റെ ഉപദേശം മുറുകെ പിടിക്കുക. അങ്ങനെ മുറുകെ പിടിക്കാതെ വന്നാൽ, മുറുകെ പിടിക്കാതെ ശുശ്രൂഷിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും വിരുത് തെറ്റിക്കരുത്. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവരാ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളതൊക്കെയും മറന്ന് മുൻപിലോട്ട് ആഞ്ഞ് പരമരുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൗലോസ് പറഞ്ഞ പോലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. ഈ ഓട്ടക്കളത്തിൽ നമ്മളെ തോൽപ്പിച്ച് കളയുവാൻ, നമ്മളെ നിരാശപ്പെടുത്തുവാൻ, നമ്മളെ പുറകോട്ട് വലിക്കുവാൻ, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാൻ, നമുക്ക് വിരുത് കിട്ടാതിരിക്കുവാൻ നമ്മളെ നശിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആരാണ്? തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നത്. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ക്രിസ്തുവിന്റെ പ്രമാണം പ്രസംഗിച്ച സഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്നില്ലെങ്കിൽ തലയെ മുറുകെ പിടിക്കുന്നില്ല. ക്രിസ്തുവിന്റെ പ്രമാണം വലിയ അപകടകരമായ ഒരു അവസ്ഥയാണത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി അടുത്ത് തലയായവനിൽ നിന്ന് ഏകീഭവിച്ചു. അപ്പൊ തലയായവനിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ചു മാത്രമേ ശരീരമാം സഭയ്ക്ക് വളർച്ചയുള്ളൂ. ശരിക്കും പഠിച്ചെടുക്കണം ഇത് കേട്ടോ. ക്രിസ്തുവിന്റെ പ്രമാണം പഠിച്ചനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് വളരുവാൻ കഴിയുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്യം പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 32-ാം വാക്യമാണ്. എല്ലാവരും അടുത്തൊന്ന് വായിച്ചേ. ഇവിടെ വായിച്ചൊന്ന് മനസ്സിലാക്കി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകുന്നത് നല്ലതാ, വളരെ നല്ലതാ. ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് വാക്യങ്ങൾ കയറണം. 9-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. സഭയ്ക്ക് ആത്മീയവർദ്ധന ഉണ്ടായി, സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. തലയെ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ സഭയെ ആത്മീയമായി ഉണർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. സഭയെ ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിൽ അളത്തിലേക്ക് പാസ്റ്റർമാർ നടത്തണം. എഫേസ്യ ലേഖനം 4:12 പഠിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ്, ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് സഭയെ നടത്തുവാൻ ദൈവം ശുശ്രൂഷാ വൃന്ദങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അവർ പറയുന്ന ഉപദേശം കേട്ട് വളരണം. ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ട പോലെ എന്താണ്, ഒരു കുഞ്ഞുപാവ മരിച്ചുപോയി, 36 വയസ്സേ ഉള്ളൂ, പാവം. റൂട്ട് വായിച്ച് പുള്ളി മരിച്ചു, അറ്റാക്ക് വന്നു. പറഞ്ഞത് എന്താണ്? തലയെ മുറുകെ പിടിച്ചില്ലെങ്കിലുള്ള കുഴപ്പമല്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക. അവിടെ സംഗീത ദശ നടക്കുന്നുണ്ടെന്ന് മുകളിൽ. ഒരു സംഗീത ദശയില്ല. മരിച്ചവർ റെസ്റ്റ് ഇൻ പീസ്, അവർ വിശ്രമിക്കുന്നു, സമാധാനത്തിൽ വിശ്രമിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ് കേട്ടോ. രക്ഷിക്കപ്പെടാത്തവൻ എന്ത് ചെയ്യാം? പറഞ്ഞു, നിത്യശിക്ഷാവധിയിലല്ല, ടെമ്പററി ശിക്ഷാവധി. നിത്യശിക്ഷാവധി നരകത്തിലാ തള്ളിക്കളെ. അവരെ യാതനാ സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുക. അവിടെ നിന്ന് ഉറപ്പിച്ചെടുത്ത് കൊണ്ടു നരകത്തിൽ തള്ളുന്ന ഭാഗമാണ് ബുക്ക് ഓഫ് റെവല്യൂഷൻ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണും. വെള്ളസിംഹാസനത്തിൽ നിർത്തിയിട്ട് അവർ ചെയ്ത പാപത്തെ ഇന്നിന്റെ പാപമാണെന്ന് കരുതി, ഇന്നിന്റെ പാപം നീ ചെയ്തു, അതുകൊണ്ട് നിനക്ക് നരകം, അതുപോലെ നരകത്തിലേക്ക് തള്ളിക്കളയും. സാത്താനവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകം. നമുക്ക് വേണ്ടിയല്ല നരകം സൃഷ്ടിച്ചത്, മനുഷ്യന് വേണ്ടിയല്ല. പാപം ചെയ്യുന്നതുകൊണ്ട് മനുഷ്യൻ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. വലിയ ഗഹനമായി നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. വേദപുസ്തകത്തെ വളരെ നിസ്സാരമായി പറയുമ്പോൾ, തമാശ രൂപത്തിൽ പറയുമ്പോൾ, അത് ആൾക്കാർക്ക് ചിരിക്കാൻ വേണ്ടിയുള്ള നിലയിൽ പറയുമ്പോൾ വലിയ വേദനയാണ് ഹൃദയത്തിൽ. ഞാനതിനെ രൂക്ഷമായിട്ട് ഖണ്ഡിച്ച് പ്രസംഗിക്കാറ്. നിങ്ങൾക്ക് വേദപുസ്തകം പ്രസംഗിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലിയാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്തുകൊള്ളുക. അത് പ്രസംഗിക്കാൻ ദൈവമാക്കിയവരുണ്ട്, അവർ വന്ന് ചെയ്തു. നിങ്ങൾ നിമിത്തം ജനം നശിച്ചു പോകും. അതാ എന്റെ വേഷം. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ജനം ഇത് കേട്ട് നശിച്ചു പോകും. ഒരു മെഡിസിൻ പഠിക്കുന്നൊരു MBBS പഠിക്കുന്ന ഡോക്ടറേറ്റായിട്ടോ അല്ലെങ്കിൽ നഴ്സുമാരായിട്ടോ ഡോക്ടറായിട്ടോ പഠിക്കാനുള്ള ഒരു പഠനം നടത്തുന്ന ഒരു ക്ലാസ്സിൽ ഒരു സാറ് വന്നിട്ട് പറയുക, സോക്രട്ടീസ് എപ്പോഴാണ് ജീവിച്ചിരുന്നതെന്ന് ചോദിച്ച ആൾക്കാരെന്താ പറയുക?
സോക്രട്ടീസ് അത് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സ്ഥലമാണ്, അത് ചരിത്രങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ മെഡിസിൻ പഠിപ്പിക്കുന്നിടത്ത് മനുഷ്യ ശരീരത്തെ കീറി മുറിച്ച് പഠിക്കുക അല്ലേ, രോഗങ്ങളും മരുന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പൊ പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ലെങ്കിൽ എന്താ പറ്റും? ഈ കുഞ്ഞുങ്ങൾ എക്സാം ഫേസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? കോഴിമുട്ട കിട്ടും. കാരണം നമ്മൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു ആ ലക്ഷ്യത്തിലെത്താൻ അതിനാവശ്യമായ കാര്യങ്ങൾ പഠിച്ചെടുക്കണ്ടേ? നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യം, നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യം. അവിടെ എത്തണമെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ നമ്മൾ പഠിക്കണമോ, ഏതൊക്കെ നിലയിൽ ദൈവവചനത്തിലൂടെ പ്രബോധനങ്ങൾ കേട്ട് പഠിച്ച് അതിനെ പഠിപ്പിക്കാൻ പ്രാപ്തന്മാരാക്കി വെച്ച കർത്താവിൻ്റെ ദാസന്മാരായ അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും അങ്ങനെ അനുസരിച്ച് നിത്യത പ്രാപിക്കാൻ നമുക്കിടയായിത്തീരും. അല്ലെങ്കിൽ എന്താ പറ്റും? എഫേസ്യർ 4:14 ഉപദേശത്തിന്റെ കാറ്റിനാൽ അറിഞ്ഞുവിടുന്ന ശിശുക്കളായി പോകാനിടയായിത്തീരും. ഇന്നത്തെ ക്രൈസ്തവഗോളം ആത്മീക ശിശുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. സത്യവചനം, പത്യവചനം, പത്യോപദേശം ഒന്നും അവർക്ക് പഠിക്കുവാനോ ഗ്രഹിക്കുവാനോ കഴിയാതിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് നമുക്ക് കാണാൻ കഴിയുന്ന. പ്രിയമുള്ളവരെ, തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവരാരും വിരുദ്ധ തെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പ്രമാണത്തെ മുറുകെ പിടിച്ച് ആ ഉപദേശം ജനത്തെ പഠിപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നില്ലെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? വിരുദ്ധ തെറ്റിച്ച് കളയാം, അവരുടെ ഓട്ടം തെറ്റിച്ച് കളയാം. അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടുമെന്ന് നോക്കിയിരിക്കുമ്പോൾ നരകമായിരിക്കും കിട്ടുന്നത്. എത്ര ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണെന്ന് ഇന്ന് തൽക്കാലം ദൈവമക്കൾ, ദൈവസഭ മനസ്സിലാക്കുക. ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോവുക. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ. സ്വത്രം മനുഷ്യരുടെ കൽപ്പനകൾക്കും സ്വത്രം മർക്കോസിന്റെ ലേഖനം 7-ാം അധ്യായം എടുത്താട്ട് മനുഷ്യന്റെ കൽപ്പന എന്ന് പറയുമ്പോൾ ആ ഭാഗം ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിന്റെ 7 മുതൽ വായിക്കാം. 7-ന്റെ 7 മുതൽ. ഈ ജനം അതരം കൊണ്ട് തന്നെ അവിടെ തൊട്ട് വായിച്ചു. ഈ ജനം അതരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ തകർന്നിരിക്കുന്നു. ഈ ജനം അതരം കൊണ്ട് തന്നെ ബഹുമാനിക്കും. അതരം കൊണ്ട് ബഹുമാനം, ഹൃദയത്തിൽ ബഹുമാനമൊന്നുമില്ല. അടുത്ത മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. മനുഷ്യകൽപ്പന യഹൂദന്മാരുടെ ഇടയിൽ അതുണ്ടായിരുന്നു, ഇന്ന് ദൈവസഭയുടെ ഇടയിൽ അതുണ്ട്. ക്രിസ്തുവിന്റെ കൽപ്പന പഠിപ്പിക്കേണ്ട സ്ഥാനത്ത് വല്ലവരും ഒക്കെ പറഞ്ഞെടുത്ത് പഠിപ്പിക്കുന്നേ. ഡാർവിൻ പഠിപ്പിച്ചതുപോലും പഠിപ്പിക്കുന്ന ബൈബിൾ കോളേജുകളുണ്ട്, എനിക്കറിയാം. സോക്രട്ടീസിന്റെ അരിസ്റ്റോട്ടലിന്റെ ഒക്കെ തത്വജ്ഞാനങ്ങൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ബോംബെയിൽ ഒരിക്കൽ ഒരു സാഹചര്യത്തിൽ അവിടെ ആയിരുന്ന സമയത്ത് അവിടെ ഒരു ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ആ ചർച്ചിൽ ഒരു സഹോദരൻ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മാസ്റ്റർ ബിരുദമൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ബ്രദറെ എന്താ നിങ്ങൾ ഇവിടെ? ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്, അതിനോടനുബന്ധിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുക. ഓക്കെ, എന്താ നിങ്ങളുടെ വന്നതിൻ്റെ ലക്ഷ്യം? ഞാൻ ഈ ക്ഷേത്രത്തെ കുറിച്ച് പഠിക്കാൻ വന്നു. ഈ ക്ഷേത്രവും ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പഠിക്കാൻ വന്നു. നിങ്ങൾക്ക് എക്സാമിനെ ഫേസ് ചെയ്യാൻ. നിങ്ങൾ സഹോദരൻ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 1 വാക്യം എടുത്തൊന്ന് വായിച്ചേ. വളരെ വിചിത്രമായ ഒരു പഠനം പൗലൂസ് അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 2-ന്റെ 1 മുതൽ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഞാനും സഹോദരന്മാരെ, രക്ഷിക്കപ്പെട്ട പൗലൂസ് കൊരിന്ത്യ സഭയിൽ വരിക, അതിനെക്കുറിച്ച് പറയുക. ഞാൻ സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. അടുത്ത ക്രൂശിക്കപ്പെട്ടവനായി യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് ഞാൻ എങ്ങനെയാ എന്റെ ചിന്ത? എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞാൽ മതി, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞാൽ മതി, എനിക്ക് ക്രിസ്തുവിന്റെ ദർശനം മതി, എനിക്ക് ക്രിസ്തുവിന്റെ പ്രമാണം പഠിച്ചാൽ മതി. ഞാൻ ന്യായപ്രമാണം കുറെ പഠിച്ചിട്ടുള്ളവനാണ്. അതുകൊണ്ട് ഗുണമില്ലെന്ന് മനസ്സിലാക്കി ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവം എന്നെ ശിക്ഷിച്ച് എന്നെ അന്ധനാക്കി ഒരു സ്കൂളിൽ പോകാത്ത ഒരു ഉപദേശിയുടെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൽ വന്ന ഞാന് ഇനി എനിക്ക് ലോകത്തൊന്നും എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞാൽ
എത്ര മനോഹരമായൊരു ചിന്തയാണ്. ഇവിടെ ഒരു ഇസ്ലാം സംവാദം നടത്തുന്ന ഒരു പാസ്റ്ററിനെ കുറിച്ച് ഒരു സഹോദരി പറഞ്ഞു. ഇസ്ലാം സംവാദത്തിൽ ഒരു പാസ്റ്റർ ഒരു സീനിയർ പാസ്റ്ററാണ്, അദ്ദേഹം പറയുന്നു ഈ സുന്നത്ത് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഇസ്ലാമുമായിട്ട് കിടന്ന് തർക്കിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളിതൊക്കെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ഒന്ന് കാണുന്ന വെച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി പറയുക, ഈ പാസ്റ്ററിനാണ് ഇതിനെക്കുറിച്ച് അവരുടെ സുന്നത്തിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. പാസ്റ്റർ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ പോരെ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പൗലോസ് പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷികൾ. സുന്നത്തിന്റെ കാര്യം ഇവിടെ പറയേണ്ട കാര്യം വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ, എന്ത് പറ്റി നിങ്ങൾക്ക്? പൗലോസ് പറഞ്ഞ പോലെ എന്താ പറ്റിയത്? ഗലാത്യ സഭയ്ക്ക് എന്താ പറ്റി? 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലുണ്ട്, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവരായ നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കിട്ടിയിരിക്കുക നിങ്ങളെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവരായ നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കിട്ടിയിരിക്കുക നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കി. ആര് മയക്കി ശുദ്രം ചെയ്ത്? യഹൂദന്മാർ. പുതിയ നിയമസഭയിലെ വിശ്വാസികളെ പാസ്റ്റർമാരെ ശുദ്രം ചെയ്ത് മയക്കിയിട്ടിരിക്കുക. അവർക്ക് ഖുറാന്റെ കാര്യം എടുത്ത് തർക്കിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോ ചെയ്യേണ്ടത്, സഹോദര നീ ഒരു ഇസ്ലാം വിശ്വാസിയാ, ഓക്കെ, എന്നാൽ ഞങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നു, കർത്താവ് വന്ന് തൻ്റെ സഭയെ ചേർക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ ഒരേക്ക് പോകാം. അതിനനുസരിച്ച് പ്രമാണങ്ങളൊക്കെ ഉണ്ട്, വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല, 2 അടി കൊടുക്കുകയാണ്, അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നേക്കണം, കുഴപ്പം. അപ്പോൾ അങ്ങനെയല്ലേ ചെയ്തേ? ഒരു സ്ഥലത്ത് നിന്ന് അടിച്ച് ഒരു സ്ഥലത്തേക്ക് ഓടിക്കുമ്പോൾ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞാൽ പോവല്ലേ ചെയ്യണേ? സ്തോത്രം. നമുക്ക് മറ്റുള്ളവരോട് പറയാൻ എന്താണ് വചനത്തിലൂടെ കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞത്, അതിന്റെ പാറ്റേൺ കിടപ്പുണ്ട്, അതിന്റെ മോഡൽ കിടപ്പുണ്ട്, അതിന്റെ വ്യവസ്ഥ കിടപ്പുണ്ട്. അത് പറഞ്ഞാൽ മതി. ഇവിടെ മനുഷ്യകൽപ്പന എന്നൊരു വിഷയം വന്നപ്പോഴത് കയറി വന്നത്. മനുഷ്യരുടെ കൽപ്പന. യഹൂദന്മാരായ ശാസ്ത്രിമാരും പരീശന്മാരും കൈകഴുകാതെ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും രൂക്ഷമായി വിമർശിക്കുന്ന സമയത്താണ് ഈ മറുപടി പറയുന്നത്. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ആര്? യഹൂദന്മാരും പരീശന്മാരും. അവർ മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. നിങ്ങൾ എന്ന് പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. 13-ാം വാക്യം, ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. 3 കാര്യങ്ങളാണ് ശാസ്ത്രിമാരും പരീശന്മാരും ചെയ്തെന്ന് കർത്താവ് അവരെ കുറ്റപ്പെടുത്തുന്നത്. 1, വചനത്തെ തള്ളിക്കളയുന്നു, വചനത്തെ ദുർബലമാക്കുന്നു, വചനത്തെ വിട്ടുകളയുന്നു. എന്നിട്ട് മനുഷ്യകൽപ്പന പഠിപ്പിക്കുക. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അത് തന്നെ പറയുന്നത്. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങൾക്കും അനുസരണമായി ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നു. ജ്ഞാനത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ. അത് ജഡാഭിലാഷം അടുക്കുവാനോ പ്രയോജനമുള്ളതല്ല. ജഡത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് പോയാൽ നടക്കില്ല. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. നമ്മുടെ ജഡം നമ്മുടെ ആത്മാ സ്വഭാവത്തിനെതിരാണ്. അതുകൊണ്ട് പൗലോസ് റോമറിൽ പറയുന്നു, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ടിരിക്കണം, ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിലും നിങ്ങളിലും എല്ലാം ജഡത്തിന്റെ ചിന്തകൾ വരും, ജഡസ്വഭാവം വരും. ആ സമയത്ത് ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ ആത്മശക്തിയാൽ ആ ജഡസ്വഭാവത്തിന്മേൽ ജയമെടുക്കണം. അവിടെ നമ്മൾ തോറ്റുപോയാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം പരാജയമായി പോകും. അനേക ദൈവമക്കൾ തോറ്റു കിടക്കുന്ന ഒരു മേഖലയാണ് ഞാൻ സ്പർശിച്ചു പ്രസംഗിക്കുന്നത്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. റോമർ 8:5 മുതൽ വായിക്കാം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പെട്ടെന്ന് വായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 8:5. ജഡസ്വഭാവമുള്ള ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അതായത് കാര്യം. എന്നിലും നിങ്ങളിൽ ജഡസ്വഭാവം ഉണ്ടെങ്കിൽ ജഡത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷാ ഭാഷണത്തോട് അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞ് ആത്മ സ്വഭാവമാണെങ്കിൽ ആത്മാവിലുള്ളത് ചിന്തിക്കും, ദൈവത്തിലുള്ളത് ചിന്തിക്കും. അതെ, എനിക്ക് നിങ്ങൾക്കും പറ്റുന്ന അബദ്ധം, നമ്മൾ ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിലും ജഡസ്വഭാവം നമ്മുടെ ആത്മസ്വഭാവത്തെ കീഴ്പ്പെടുത്തുന്നുണ്ടോ എന്ന് ഇന്ന് പൽക്കാലം സ്വാഗതം. ആത്മാവിൽ ആരാധിക്കുവാൻ, ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ആത്മസ്വഭാവത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ജഡം നമ്മെ കീഴ്പ്പെടുത്തും. ഈ ഗലാത്യ ലേഖനം എന്നുള്ള വിഷയം ഞങ്ങൾ മുമ്പെടുത്തിട്ടുണ്ട്, നമുക്കൊരു പഠിക്കണം അതിനെക്കുറിച്ച്. ഒരു ജഡസന്തതി ഇസ്മായേൽ, ഇസഹാക്ക് വാഗ്ദത്ത സന്തതി, ആത്മസന്തതിക്ക് തുല്യമാണ്. ഈ രണ്ടും കൂടെ കിടന്ന് അടിയാണ്. ഇപ്പോഴും അടി തീർന്നിട്ടില്ല. ഇതെപ്പോ തുടങ്ങിയതായി അടി? എൻ്റെ ബ്രദറെ, അബ്രഹാമിന്റെ കൂടാരത്തിൽ തുടങ്ങി അടിയാ കുഞ്ഞായിരുന്നല്ലോ. എൻ്റെ ഇസഹാക്കിന് 4 വയസ്സും ഇസ്മയിലിന് 13 വയസ്സും ആണെന്ന്, 13-14 വയസ്സാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അവിടെ തുടങ്ങി അടി. ഈ ചെറുക്കൻ കുഞ്ഞിനെ ഉപദ്രവിക്കുക. ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോ സാറ് ഒരു ആലോചന പറഞ്ഞു. എന്താണ് ആലോചന? ദാസ്യ മകനെ പുറത്താക്കുക. നമ്മുടെ ദാസ്യ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് പുറത്താക്കണം. ഈ ക്ലാസ് കൊണ്ട് ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത് ജഡത്തിന്റെ സ്വഭാവങ്ങൾ, ദാസ്യ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു പോകണം. ആത്മ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ആ കൂടാരത്തിന്റെ ഉള്ളിൽ രണ്ടുപേരും കൂടി കിടന്നാൽ അടിച്ച് തമ്മിൽ തല്ലി ഒരുത്ത ചാകും. അത് ദൈവത്തിന്റെ പദ്ധതിപ്പെട്ടതല്ല. അടിച്ച് പുറത്താക്കി. കാര്യം അബ്രഹാമിന്റെ രക്തമാണ് ഇസ്മായിലെങ്കിലും ദൈവം പറയുന്നത് എന്താ? വാഗ്ദത്ത സന്തതിയും ജഡസന്തതിയും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. ഇന്നും ചേരുന്നില്ലല്ലോ, ഇന്നും അടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ചിലർ പറയാം ഇസ്രായേൽ ഇപ്പോ യുദ്ധം ചെയ്ത് എല്ലാത്തിനും ഒന്ന് ശരിയാക്കി എല്ലാം ക്ലിയർ ആവും. ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല. യുദ്ധം ഇങ്ങനെ കടന്ന് ഞാൻ പ്രവചന വാക്യങ്ങൾ ഉള്ളി വെച്ചുകൊണ്ടായി പറയുന്നത്. യുദ്ധം ഇങ്ങനെ മൂത്ത് അവസാനം ഇസ്രായേലിനെതിരെ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ യുദ്ധം സ്വത്രം ഇസ്രായേലിനെതിരെ നടക്കും. ഇസ്രായേൽ പർവ്വത നിരകളിൽ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ സ്വത്രം ഇറാനും മറ്റു അറബ് രാജ്യങ്ങൾ, കുറച്ച് രാജ്യങ്ങളുണ്ട്, അതിൻ്റെ കൂടെ എല്ലാവരും കൂടി ചെന്ന് അവരെ ആക്രമിച്ച് അവരിൽ 3 ലക്ഷം പട്ടാളം ഉണ്ടെങ്കിൽ 2 ലക്ഷത്തിനെ കൊന്നൊടുക്കും. അപ്പോഴവർ ചിന്തിക്കും ഇതെന്ത് കളി. അപ്പോഴാണ് ദൈവം യാചനയുടെയും ലാഭത്തിന്റെ ആത്മാവിനെ പകർന്ന് അവർ കുത്തിയോങ്ങിലേക്ക് നോക്കും. അവർ നിലവിളിക്കും, കർത്താവേ ഞങ്ങൾ എന്താ ഇങ്ങനെ ചെയ്ത്? അയ്യോ ഞങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനെ ഞങ്ങളുടെ മശികയെ ക്രൂശിച്ചു, ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളും പാപം ചെയ്തിരിക്കുന്നത് നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ ഇവർ പറയാൻ തുടങ്ങുമ്പോഴാണ് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും. ഇസ്രായേൽ പർവ്വതങ്ങളിൽ കടന്നുകൂടിയ ഈ ഇറാന്റെയും ഈ സോവിയറ്റ് യൂണിയന്റെയും ഈ അറബ് രാജ്യങ്ങളുടെ പട്ടാളങ്ങൾ അവിടെ എന്ത് ചെയ്യും? ദൈവം അവരെ ശിക്ഷിച്ച് അവിടെ കൊന്ന് അവർക്ക് വേണ്ടി ഒരു വലിയ ശ്മശാനം ഒരുക്കുമെന്ന് യെഹെസ്കേൽ 38-39 അധ്യായങ്ങൾ ദയവായിട്ട് വായിച്ചു പഠിച്ചു കൊള്ളണം. മനസ്സിലായോ? ഇത് തീരാൻ പോകുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ക്ലിന്റൺ USA പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അതേ ഒരു പ്രസ്താവന ഇറങ്ങി, എനിക്കിനി ഇറങ്ങിപ്പോകാൻ 8 മാസം കൂടെ ഉള്ളൂ. ഈ 8 മാസത്തിനുള്ളിൽ ഈ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. പുള്ളി ചുമ്മാ ഇറങ്ങിയത്. പ്രശ്നം പിന്നെ അവിടെ തന്നെ ശരി. ഇപ്പൊ അതങ്ങോട്ട് കൂടിയെന്നേ ഉള്ളൂ. ഇപ്പൊ ഇതേ കൂടി കുട്ടിച്ചോറായി സ്വതന്ത്രം. അതുകൊണ്ട് ഇതൊക്കെ പ്രാവചനിക നിവൃത്തിയാണ്. നമ്മളിതൊന്നും കണ്ട് ഭാരപ്പെടേണ്ട. ഇത് യഹൂദനുമായിട്ടുള്ള ബന്ധങ്ങൾ ദൈവവചനത്തിന്റെ പ്രാവചനിക നിവൃത്തികളാണ്. അവർ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അവരെ ചിതറിച്ചു കളഞ്ഞു. AD 70 അവർ ചിതറിപ്പോയി. 160 രാജ്യങ്ങളിൽ അവർ ചിതറിക്കിടന്നു. ദൈവവചനത്തിന്റെ പ്രാവചനിക നിവൃത്തി എന്നവണ്ണം അവർ മടങ്ങി വന്നു. 1948 അവർ രാഷ്ട്രം സ്ഥാപിച്ചു. അവർ വളരെ ശക്തിയോടെ നിൽക്കുകയാണ്. അവരെ തളർത്താനായിട്ട് ഇപ്പൊ കഴിയത്തില്ല. എന്നാൽ പ്രാവചനിക നിവൃത്തി എന്നവണ്ണം അവർ തളരുന്ന ഒരു സമയമുണ്ട്, അവർ തോൽക്കുന്ന ഒരു സമയമുണ്ട്. കുത്തിയോങ്കിലേക്ക് നോക്കുവാൻ വേണ്ടി പ്രവാചകന്മാർ എഴുതി വെച്ച പ്രാവചനിക നിവൃത്തി എന്നവണ്ണം കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ അവർ കുത്തിയോങ്കിലേക്ക് നോക്കും. ദൈവം അവർക്കൊണ്ട് യുദ്ധം ചെയ്യും. അവർ പൂർവാധികം ശക്തിയോടെ പിന്നെ അവർക്കെതിരെ വന്നിരുന്നവരെല്ലാം അവിടെ അവരെ നശിപ്പിച്ച ഒരു വലിയ ശ്മശാന ഭൂമി ആ യെരുശലേമിൽ ഒരുക്കുമെന്നൊക്കെ പുസ്തകങ്ങൾ പ്രവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം ഒരു ചെറിയൊരു അറിവ് നമുക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ.
അപ്പൊ ജഡസന്തതി, ആത്മസന്തതി. റോമർ 8:5 നമ്മളൊന്നുകൂടി വായിച്ചാട്ടെ. ജഡസ്വഭാവമുള്ളവർക്ക് ജഡസ്വഭാവമുള്ളതും നമ്മളിൽ ഏത് സ്വഭാവമാണെന്ന് നമ്മൾ ഇന്ന് പൽക്കാലം ചിന്തിക്കണം.